എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് SSLC റിസൾട്ട് വന്ന ഉടനെയായിരിക്കും പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മുഖേനയാണ് ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ടും ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് യോഗ്യതയുള്ള, അതായത് SSLC യോഗ്യരായിട്ടുള്ള, അതായത് SSLC എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളിപ്പോൾ +2 പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും, അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും, അല്ലെങ്കിൽ PG കോഴ്സ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും, അതായത് 10ാം ക്ലാസ്സിൻ്റെ മുകളിലോട്ടുള്ള ഹയർ യോഗ്യത, അതായത് ഉയർന്ന യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ കൂടിയും പോളിടെക്നിക്കിൻ്റെ റെഗുലർ വിഭാഗത്തിൽ SSLC യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് പോളിടെക്നിക് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ഇതിന് പരിഗണിക്കുന്നത്. ഇനി ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ +2വിൻ്റെ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക്, അതായത് പോളിടെക്നിക് കോളേജുകളിലെ വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള ഈ ഒരു കോഴ്സുകൾക്ക് ബ്രാഞ്ചുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചുകളിലേക്കുള്ള 2ാം വർഷത്തേക്കുള്ള, അതായത് 3ാം സെമസ്റ്ററിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ +2വിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, അപ്പോൾ റെഗുലറിലും ലാറ്ററൽ എൻട്രി, ഞാനിപ്പോൾ +2വിൻ്റെ സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് റെഗുലറിലേക്കും ലാറ്ററൽ എൻട്രിയിലേക്കും ഓരോ അപേക്ഷ വെച്ച് കൊടുക്കണോ, അല്ലെങ്കിൽ ഒറ്റ അപേക്ഷയാണോ വേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ്, ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നതും സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ രണ്ടിലും അപ്ലൈ ചെയ്യേണ്ടവർ 2 സെപ്പറേറ്റ് അപേക്ഷകൾ അതത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷകൾ തന്നെ നൽകേണ്ടത് നിർബന്ധമാണ്. റെഗുലർ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. ലാറ്ററൽ എൻട്രി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാറ്ററൽ എൻട്രി അപേക്ഷ സമർപ്പിക്കാനുള്ള പേജിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. ഒന്നാമത്തേത്, വിദ്യാർത്ഥികൾ ഈ ഒരു www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾ ഈ ഒരു പേജിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റാത്തവർ വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടും എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സുകളും തയ്യാറാക്കി വെക്കേണ്ടതാണ്. കാരണം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല, ഒരു ആഴ്ചയൊക്കെ എടുക്കും ടൈം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സുകളും, അതായത് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് SSLCയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രിയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ SSLC മാർക്ക് ഡീറ്റെയിൽസും +2വിൻ്റെ മാർക്ക് ഡീറ്റെയിൽസും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമാണ്. മാർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മതിയാകും. കാരണം +2 റിസൾട്ട് വന്ന ഉടനെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് ലിസ്റ്റ് ആയാലും മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അപേക്ഷ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, റെഗുലർ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുന്നവർ റെഗുലർ വിഭാഗത്തിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട്, അതായത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം രീതി തന്നെയാണ്. 2 ലിങ്കുകൾ വഴി ലാറ്ററൽ എൻട്രി അപേക്ഷിക്കുന്നവർ അതിലേക്ക് കൂടി അപ്ലൈ ചെയ്യുക. നിങ്ങൾ റെഗുലർ വിഭാഗത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ടവർ
റെഗുലർ വിഭാഗത്തിൻ്റെ ആ ഒരു റെഗുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടതാണ്. അതായത് 2 വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുന്നവർ 2 ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതായത് ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, പിന്നീട് അടുത്തതിൻ്റെ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് വരും. നിലവിൽ അപേക്ഷ ആരംഭിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ശേഷം പിന്നീടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത് പോളിടെക്നിക് കോളേജിലേക്കും ഏത് ബ്രാഞ്ച് അതായത് ഏത് പോളിടെക്നിക് കോളേജിലെ ഏത് കോഴ്സ് ആണെങ്കിലും അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിങ്ങനെ പലതരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ പോളിടെക്നിക് കോളേജിൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇപ്പോൾ എല്ലാ പോളിടെക്നിക് കോളേജിലും എല്ലാ കോഴ്സും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഈ ഒരു പേജിൽ ഇവിടെ ഡൗൺലോഡ്സ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് ആൻഡ് പ്രോഗ്രാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിലുമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. കോഴ്സ് കോഡ് രൂപത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു കോഡ് രൂപത്തിലുള്ള കോഴ്സുകളുടെ ഫുൾ ഫോം അറിയണമെങ്കിൽ പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഫുൾ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ VHSC വിഭാഗത്തിൽ +2 പഠിച്ചവർക്ക് VHSC റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിനും അതിനനുസരിച്ചുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഡൗൺലോഡ്സിലെ ഈ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓരോ റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഈ ഒരു അപേക്ഷ നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ടൈം രജിസ്ട്രേഷൻ, പിന്നീട് ഫീസ് അടക്കൽ. ഫീസ് അടച്ച ശേഷം പിന്നീട് ലോഗിൻ ചെയ്യൽ. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കൽ. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ താല്പര്യമുള്ള കോളേജ് കോഴ്സുകളൊക്കെ കൊടുക്കുക. കൊടുത്ത ശേഷം പിന്നീട് ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിച്ച് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ കൺഫേം ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അലോട്ട്മെൻറ്റ് ആരംഭിക്കും. അലോട്ട്മെൻറ്റ് അതായത് ഒരു നിശ്ചിത ഡേറ്റിന് കഴിഞ്ഞ ശേഷം അതായത് ആപ്ലിക്കേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റിന് ശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ചില സമയത്ത് ഡേറ്റ് നീട്ടും. അങ്ങനെയെങ്കിൽ ആ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വെറുതെ ചെക്ക് ചെയ്യാം. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വീണ്ടും ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യണമെങ്കിലോ അല്ല നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തിരുത്തണമെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അതായത് നിങ്ങൾക്ക് വേറെ ഏത് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും വേറെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് റിപ്പോർട്ടിംഗ് എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു റിപ്പോർട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാകും. അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് കിട്ടിയ സെയിം കോളേജിലെ സെയിം ബ്രാഞ്ച് സെയിം കോഴ്സ് തന്നെയാണ് എങ്കിൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ആ ഒരു വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് പങ്കെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജ് വേറെ കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോളേജിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ എവിടെയും കിട്ടിയിട്ടില്ല, ആദ്യം കിട്ടിയ സെയിം കോളേജ് തന്നെയാണെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഫീസും അടച്ചുകൊണ്ട് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകും. പിന്നീട് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കേണ്ടതായിട്ട് വരും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കോളേജ് മാറണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിന് ശേഷം വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടും. സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജില്ലാ തലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് ആ ഒരു ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജിൽ
പോയിട്ട് നിങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ നേരിട്ട് പോവുക എന്നുള്ളതല്ല ആദ്യം ഉദ്ദേശിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓൺലൈനായിട്ട് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഈ ഒരു ഡിപ്ലോമ വെബ്സൈറ്റ് ആയിട്ടുള്ള polyadmission.org വെബ്സൈറ്റിലെ റെഗുലർ വിഭാഗം അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ഈ ഒരു പേജ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കോളേജ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സിലേക്ക് മാറാനായിട്ട് അവസരം കിട്ടുമോ എന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നടക്കുന്ന അലോട്ട്മെൻ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ എന്ന് വെച്ചാൽ ഓരോ പോളിടെക്നിക് കോളേജിൽ വെച്ചും ആ ഒരു കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പേരല്ല ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും നിങ്ങൾ ഏത് ദിവസമാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കും. അതായത് കൗൺസിലിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സ് മാറാനായിട്ട് സാധിക്കും. ഇതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് പല ഘട്ടങ്ങളിലായിട്ട് ആ ഒരു കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് വരെ ഈ രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. ആ ഒരു ഘട്ടങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാം. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അതുവരെ പോളിടെക്നിക് കോളേജിലേക്ക് രജിസ്ട്രേഷൻ നടത്താത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പോളിടെക്നിക് കോളേജുകളിൽ നേരിട്ട് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോളിടെക്നിക് കോളേജിലെ സ്പോട്ട് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിലെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. വിദ്യാർത്ഥികൾ പോളിടെക്നിക് കോളേജിൻ്റെ അതായത് പോളിടെക്നിക്കിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിൽ പങ്കെടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സീറ്റ് ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരിക്കും കിട്ടുക. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട സിവിൽ എഞ്ചിനീയറിംഗ് മതി എന്നൊക്കെ പല വിദ്യാർത്ഥികളും പറയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് അതുപോലെ തന്നെ ബ്രാഞ്ച് എന്ന് വെച്ചാൽ കോഴ്സുകളായിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. താല്പര്യമില്ലാത്ത കോളേജ് കോഴ്സുകൾ നൽകി അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം അത് വേണ്ട എന്ന് വെച്ച് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ വെക്കുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ഫീസിൻ്റെ കാര്യം കൂടി പറയാം. ഫീസ് എന്ന് പറയുമ്പോൾ പോളിടെക്നിക് കോളേജിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലേക്കുമുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പ്രൈവറ്റ് സ്രാശ്ര പോളിടെക്നിക് കോളേജിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. പ്രൈവറ്റ് സ്രാശ്ര പോളിടെക്നിക് കോളേജുകളാണെങ്കിൽ ഫീസ് നല്ല ഫീസ് ഉണ്ടാകും. ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ഫീസൊക്കെ വരാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ആണെങ്കിൽ ഫീസ് അത്രയേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന കോളേജ് ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.